ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദായകം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് TV പ്രേക്ഷകരെ, നിങ്ങൾക്കേവർക്കും ഗുഡ്നസ് TV ഒരുക്കുന്ന ഡിവൈൻ വോയിസ് ആത്മീയ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. നമുക്ക് പ്രാർത്ഥനയോടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. കർത്താവായ ഈശോയെ, ഞങ്ങളൊന്നു ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. നിൻ്റെ വലിയ മഹത്വത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങൾ, ഈശോയെ, നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനും ശ്രവിക്കാനും ഞങ്ങളുടെ ജീവിതത്തെ അതനുസരിച്ച് അല്പം കൂടെ അങ്ങയോട് ചേർത്ത് ക്രമപ്പെടുത്താനും ഈ ശുശ്രൂഷാ നിമിഷങ്ങളിലൂടെ അനുഗ്രഹിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുമെല്ലാം ഈശോയെ ശുശ്രൂഷ വഴി അനുഗ്രഹീതരാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അതിനുള്ള അഭിഷേകവും ശക്തി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയിൽ അനുഗ്രഹീതരായ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഒരിക്കൽ മരംകൊത്തി ദൈവത്തോട് ഇങ്ങനെ ഒരു യാചന നടത്തി. മുന്നിൽ താഴെ മരക്കൊമ്പിലിരിക്കുമ്പോൾ താഴെ ഉറുമ്പും പ്രാണികളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിനെയൊന്നും കൊത്തി തിന്നാനായിട്ട് മരംകൊത്തിക്ക് സാധിക്കുന്നില്ല. കാര്യം നമുക്കറിയാം, മരംകൊത്തിയുടെ ചുണ്ട് അതുപോലെയാണ്. അപ്പോൾ മരംകൊത്തി ദൈവത്തോട് ഇപ്രകാരം യാചിച്ച് പ്രാർത്ഥിച്ചു: താഴെ നടക്കുന്ന പ്രാണികളെയും കീടങ്ങളെയും ഒന്നും എനിക്ക് ഭക്ഷിക്കാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ ചുണ്ട് അതിന് യോജ്യമല്ലല്ലോ. അപ്പോൾ മരംകൊത്തിയുടെ സങ്കടം നിറഞ്ഞ യാചനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു: നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് നിലത്തുകൂടെ എഴയുന്നതിനെയും നിലത്തുകൂടെ നടക്കുന്ന പ്രാണികളെയും ഒക്കെ കൊത്തിപ്പെറുക്കി തിന്നാനല്ല, മറിച്ച് മരത്തിൻ്റെ പൊത്തിലിരിക്കുന്ന പ്രാണികളെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെയും നിൻ്റെ ചുണ്ടിനെയും ഞാൻ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് കേട്ട അടുത്ത മരക്കൊമ്പിലിരുന്ന തത്ത ദൈവത്തോട് ഇപ്രകാരം യാചനാരൂപത്തിൽ പറഞ്ഞു: ദൈവമേ, ഈ മരം കൊത്തിയെപ്പോലെ മരത്തിൻ്റെ പൊത്തിലുള്ളതൊന്നും എനിക്ക്, കീടങ്ങളെയൊന്നും എനിക്ക് കൊത്തി ഭക്ഷിക്കാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. താഴെ നിലത്തുള്ള എഴയുന്ന കൊച്ചു പ്രാണികളെയും എനിക്ക് കൊതിയുണ്ട്, പക്ഷെ ഭക്ഷിക്കാൻ സാധിക്കുന്നില്ലല്ലോ. എൻ്റെ ചുണ്ട് നീ ഇങ്ങനെ ആക്കിയിരിക്കുന്ന എന്തേ? ഇങ്ങനെ ഒരു ചോദ്യം തത്ത ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ വെച്ചു. ദൈവം തത്തയോട് ഇപ്രകാരം ഉത്തരം പറഞ്ഞു: നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് നിലത്തുകൂടെ എഴയുന്നതോ മരപ്പൊത്തിലിരിക്കുന്നതോ കൊത്തിപ്പെറുക്കാനോ തിന്നാനോ അല്ല, മറിച്ച് നല്ല പഴങ്ങൾ കൊത്തിക്കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെയും നിൻ്റെ ചുണ്ടും ആ രീതിയിലാണ് ഞാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരുടെ യാചനകൾ കേൾക്കുകയും അവയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്ത ഈ രംഗങ്ങൾ കണ്ട ദൈവം ഇങ്ങനെ ഉത്തരവും നൽകുകയും ചെയ്ത രംഗങ്ങൾ കണ്ട കുയിൽ മറ്റൊരു മരത്തിൻ്റെ മുകൾ കൊമ്പിലിരിക്കുകയായിരുന്നു. കുയിൽ പ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമേ, ഈ തത്തയെപ്പോലെ സൗന്ദര്യവുമില്ല, മരംകൊത്തിയെപ്പോലെ മരപ്പൊത്തിലിരിക്കുന്നത് എനിക്ക് കഴിക്കാനും പറ്റുന്നില്ല, പഴങ്ങൾ ആസ്വദിക്കാനും എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ദൈവം കുയിലിനോട് പറഞ്ഞു: ഒന്ന് പാടാമോ? കുയിൽ പാടി. കുയിലിൻ്റെ പാട്ട് കേട്ട് വനം മുഴുവൻ ഓടിയെത്തി. എന്ന് പറഞ്ഞാൽ വനത്തിലുള്ള ആ പാട്ടിൻ്റെ മാധുര്യം ആസ്വദിച്ച് വനത്തിലുള്ള സകലമാന മൃഗങ്ങളും അത് ആസ്വദിക്കാനായിട്ട് ഓടിയെത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും കൊണ്ടിരുന്ന വേടന്മാർ, മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് കാട്ടിൽ ഒളിച്ചിരുന്ന വേടന്മാർ ഇതെല്ലാം കണ്ടു കേട്ടത്, അവരുടനെ ദൈവത്തോട് ഇപ്രകാരം യാചിച്ചു: ദൈവമേ, എത്ര കാലമായി ഞങ്ങളുടെ ആരോഗ്യം ഞങ്ങൾ കളയുന്നു. ഒരു ദിവസം തന്നെ മണിക്കൂറുകൾ നടന്നിട്ടാണ് ഒന്നിനെയെങ്കിലും കിട്ടുന്നത്.
ഇനി അതിനെ കിട്ടിക്കഴിഞ്ഞാലോ പേടിയോടും ഭയത്തോടും കൂടിയാണ് ഞങ്ങൾ അതിനെ ഒന്ന് കൊണ്ടുപോയി ഭക്ഷിക്കുന്നത്. ഒരു സ്വസ്ഥതയുമില്ല, ഒരു സമാധാനവുമില്ല, ഒരു സംതൃപ്തിയുമില്ല. എന്ത് കിട്ടിയാലും അത് തീരുന്നു, പിന്നെയും വിശപ്പ്. നാളുകളേറെയായി ഈ കഠിന അധ്വാനം തുടങ്ങിയിട്ട് ഞങ്ങൾക്കും എന്തെങ്കിലും ഒരു വഴി തുറന്നു തരണമേ. അവരുടെ യാചന കേട്ട, വേടന്മാരുടെ യാചന കേട്ട ദൈവം വേടന്മാരോട് പറഞ്ഞു, മക്കളെ, നിങ്ങളെ ഈ മൃഗങ്ങളെ കൊന്ന് തിന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനോഹരമായ കണ്ണുകൾ തന്നിരിക്കുന്നത് നല്ലത് കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് മനോഹരമായ കരങ്ങൾ തന്നിരിക്കുന്നത് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നല്ല കാതുകൾ തന്നിരിക്കുന്നത് നല്ല കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നല്ല കാലുകൾ തന്നിരിക്കുന്നത് നല്ല വഴിയെ നടക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നല്ല ഹൃദയം തന്നിരിക്കുന്നത് നൊമ്പരപ്പെടുന്നവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ദൈവം അവരോട് പറയുകയാണ്. വീണ്ടും അവസാനം ഒരിക്കൽ കൂടി പറഞ്ഞു, നിങ്ങൾക്ക് നല്ല കരങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നല്ല കരങ്ങൾ തന്നിരിക്കുന്നത് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാം നല്ലതിലേക്കാണ്. ഓരോന്നും പറഞ്ഞത് നന്മ നല്ലതിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ ഓരോരുത്തരെയും പറഞ്ഞു വിട്ടിരിക്കുന്നത് ഭൂമിയിലേക്ക് മാതാപിതാക്കളോട് ജന്മവും ജീവിതവും തന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത് മാക്സിമം നന്മ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റൊന്നിനുമല്ല. നമുക്കറിയാം, ഈശോ പുത്രനെ ലോകത്തിലേക്ക് പിതാവ് അയച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ലോകത്തിൽ തൻ്റെ പരസ്യജീവിതത്തിലുടനീളം കർത്താവ് ചെയ്ത് മുഴുവൻ നന്മ പ്രവർത്തികളാണ്. എതിലെ എല്ലാം പോയോ അവിടെ എല്ലാം, ആരുടെ അടുത്തെല്ലാം പോയോ അവരുടെ അടുത്തെല്ലാം ഈശോ ചെയ്തതല്ല, എല്ലാം എന്താണ്? നന്മ പ്രവർത്തികളാണ്. അതുകൊണ്ട് സൽപ്രവർത്തികൾ, നന്മ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിളിച്ചിരിക്കുന്നതും വിട്ടിരിക്കുന്നതും എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും എന്നെ വിട്ടിരിക്കുന്നത് എന്തിനാണ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുകൊണ്ടാണ് നമ്മൾ ഒത്തിരി തിന്മകൾ കടിപ്പെട്ടു പോകുന്നത്, തിന്മകൾ പ്രവർത്തിച്ചു പോകുന്നത്, സ്വാർത്ഥരായി പോകുന്നത്, അഹങ്കാരികളായി പോകുന്നത്, പലപ്പോഴും നന്മയിൽ നിന്നും വിട്ട് അകന്നു പോകുന്നത്. പലപ്പോഴും എന്നെ ഈ ഭൂമിയിലേക്ക് ജന്മവും ജീവിതവും തന്ന് കർത്താവ് വിട്ടിരിക്കുന്നത് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കേണ്ടതാണ്, അല്ലെങ്കിൽ മുഴങ്ങി നിൽക്കേണ്ട ഒരു കാര്യമാണ്, നന്മ ചെയ്യാൻ. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഈശോ ചെയ്തതുപോലെ ആർക്കും നന്മ ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ നന്മ ചെയ്യാൻ പറ്റുമെന്ന ചിന്തയോടുകൂടി നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് പറ്റും. എൻ്റെ ഭവനത്തിൽ ജീവിക്കാൻ പറ്റും. എൻ്റെ അപ്പനോ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ മകനോ എൻ്റെ മകൾക്കോ എൻ്റെ പങ്കാളിക്കോ എന്ത് നന്മയും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന ചിന്തയോടുകൂടി എനിക്കിന്ന് വ്യാപരിക്കാൻ പറ്റും. ഈ ചിന്തയില്ലെങ്കിലോ എല്ലാം എനിക്ക് വേണ്ടി എന്തെല്ലാം ശേഖരിക്കാൻ സാധിക്കും, എനിക്ക് വേണ്ടി എല്ലാം കൂട്ടിവെക്കാൻ സാധിക്കും എന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കും പലപ്പോഴും പ്രിയമുള്ളവരെ ഞാൻ അല്ലെങ്കിൽ നാം നടക്കുന്നത്, ജീവിക്കുന്നത്. അത് അപകടമാണ് പ്രിയമുള്ളവരെയും. അതുകൊണ്ട് അഭിനന്ദിക്കുന്നവരെയും ആശ്ലേഷിക്കുന്നവരെയും ഒപ്പം നിർത്താൻ നമുക്ക് എളുപ്പമാണ്. അവിശ്വാസമുള്ളവരെയും വിപരീത ചിന്തയുള്ളവരെയും വെളിപ്പാടകലെ നിർത്താനും നമ്മൾ ആഗ്രഹിക്കും, നമുക്ക് എളുപ്പമുണ്ട്. എന്നാൽ സ്നേഹിക്കുന്നവരെയും പരിപാലിക്കുന്നവരുമൊക്കെ അടുത്തുണ്ടാവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അധിക്ഷേപങ്ങളും അവമതിപ്പുകളും മറ്റുള്ളവരിൽ നിന്നുണ്ടാകുമ്പോൾ അവരെ നമ്മൾ അകറ്റാൻ ശ്രമിക്കും. അനിഷ്ടങ്ങളും അരോചകങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നവരെയും പറയുന്നവരെയും ഞങ്ങൾ തന്ത്രപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കും. നിഷേധ സാഹചര്യങ്ങളും അപ്രിയ സാഹചര്യങ്ങളും ഉളവാക്കുന്നവരെ നമ്മൾ തള്ളും. പ്രിയമുള്ളവരെ, എന്നാൽ ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില പാഠങ്ങൾ തരുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. ചിന്തിക്കണം പ്രിയമുള്ളവരെ. നിഷേധ സാഹചര്യങ്ങളും അപ്രിയ സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നവർ അവർക്ക് എതിരെ നിൽക്കാനും അവരിൽ നിന്നും ഇറങ്ങിപ്പോകാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ. എന്നാൽ അതിലുപരി അവരെ നേരിടാനും അവരുടെ മുമ്പിൽ നിൽക്കാനും എനിക്ക് സാധിക്കുമോ എന്ന് പരിശോധിക്കാൻ പലപ്പോഴും നമ്മൾ വിമുഖത കാണിച്ചു പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നന്മകളുടെ ലെവൽ നമുക്ക് കുറവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അച്ഛന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് നന്മയിൽ അഭിവൃദ്ധിപ്പെടുക. അങ്ങേയറ്റം നന്മയിൽ അഭിവൃദ്ധിപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഏത് നിഷേധാത്മകമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഓടി അകലാനായിട്ട് ശ്രമിക്കാൻ പറ്റില്ല. കാരണം നേരിടാനും സാക്ഷ്യമാകാനും ശ്രദ്ധിക്കും അവിടെ. അതാണ് മുമ്പ് പറഞ്ഞ കാര്യങ്ങളതാണ്. അല്ലെങ്കിൽ നമ്മൾ എതിർപ്പും വിയോജിപ്പുകളൊക്കെ ആയിട്ട് നടക്കും. അതല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നന്മ കൊണ്ട് കീഴടക്കണം എല്ലാത്തിനെയും. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ
10-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ തിരുവചനത്തിലൂടെ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഓരോരുത്തരും സ്വന്തം നന്മ കാക്ഷിക്കാതെ അയൽക്കാരൻ്റെ നന്മ കാക്ഷിക്കട്ടെ. ഓരോരുത്തരും സ്വന്തം നന്മ കാക്ഷിക്കാതെ അയൽക്കാരൻ്റെ നന്മ കാക്ഷിക്കട്ടെ. ഈ ഒരു ചിന്ത പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാനായിട്ട്, ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിച്ചാൽ നമ്മൾ നന്മയുടെ ലൈൻ വിട്ടു പോവില്ല, തിന്മയിലേക്ക് അധികം പോവില്ല. കാരണം എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതെല്ലാം നല്ലതാകണമല്ലോ, നന്മയാകണമല്ലോ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ തളം കെട്ടി നിന്നാൽ പ്രിയമുള്ളവരെ നമ്മൾ ട്രാക്ക് വിട്ടു പോവില്ല. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 17-18 തിരുവചനങ്ങളിലൂടെ പൗലോസ് വീണ്ടും ഓർപ്പെടുന്നുണ്ട്. ധനവാന്മാരോട് നീ ഉദ്ബോധിപ്പിക്കുക. എന്ത്? അവർ നന്മ ചെയ്യണം. സൽപ്രവൃത്തികളിൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളും ആയിരിക്കണം. സമ്പത്ത് ആരുടെ കയ്യിലുണ്ടോ അവരെല്ലാം സമ്പന്നരാണ്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും എല്ലാം അതിൽപ്പെടും. നമ്മളോട് ഉദ്ബോധിപ്പിക്കണമെന്ന് പറഞ്ഞ് തിമോഥെയോസിനോട് പറയുകയാണ്. എന്ത്? സൽപ്രവൃത്തികളിൽ സമ്പന്നരാകണം. ബാഹ്യമായിട്ടുള്ള സമ്പത്തിൽ സമ്പന്നരാകുന്നതിൽ നമ്മളെല്ലാവരും മിടുക്കരാണ്, ആകാനും നമ്മൾ മിടുക്കരാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലുപരി സൽപ്രവൃത്തികളിൽ സമ്പന്നരാകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ വിശാല മനസ്കര്, അതിൽ വിശാല മനസ്കതയിൽ സമ്പന്നരാകാനായിട്ട് പറ്റണം. ഉദാരമനസ്കതയിൽ സമ്പന്നരാകാനായിട്ട് നമുക്ക് പറ്റണം. 3 കാര്യങ്ങൾ: സൽപ്രവൃത്തികൾ, വിശാല മനസ്കതയിൽ, ഉദാരമനസ്കതയിൽ. ഈ 3 കാര്യങ്ങളിൽ നമ്മൾ സമ്പന്നരാകാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവസന്നിധിയിൽ പ്രീതികരമായ വിധമായിട്ടുള്ള ജീവിതത്തിന് ഉതകുന്ന കാര്യമാണ് ഈ 3 കാര്യങ്ങൾ. പ്രിയമുള്ളവരെയും, അതുകൊണ്ട് മരിച്ചടക്കിൻ്റെ സീറോ മലബാർ സഭയുടെ മരിച്ചടക്കിൻ്റെ ഒരു ഗാനത്തിൽ ഇപ്രകാരം നമ്മൾ ആലപിക്കാറുണ്ട്. കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ജീവിതത്തിൽ സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും. എന്ത്? ഈ ഭൂമിയിലെ വാസം അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം സ്വർഗീയ ജീവിതത്തിലേക്കുള്ള പോക്കിൽ എൻ്റെ കൂടെ, എൻ്റെ ആത്മാവിൻ്റെ കൂടെ അകമ്പടി സേവിക്കാനായിട്ട്, എസ്കോർട്ട് വരാനായിട്ട്, കൂടെ പോരാനായിട്ടുള്ളത് നിൻ്റെ ജീവിത പ്രവൃത്തികൾ, എൻ്റെ ജീവിത പ്രവൃത്തികൾ, ജീവിതത്തിൽ ചെയ്ത സൽപ്രവൃത്തികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആ ഗാനത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സൽപ്രവൃത്തികളിൽ സമ്പന്നരാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ലേഖനത്തിലൂടെ ഉദ്ബോധിപ്പിച്ച തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം 17-18 തിരുവചനങ്ങളോട് ഉദ്ബോധിപ്പിച്ചത്, നിങ്ങൾ സൽപ്രവൃത്തികളിൽ സമ്പന്നരാകണം, വിശാല മനസ്കതയിൽ സമ്പന്നരാകണം, ഉദാരമനസ്കതയിൽ സമ്പന്നരാകണം. പ്രിയമുള്ളവരെ, നമുക്കാകെ ഉള്ളത് അതേ ഉള്ളൂ. ഈ ലോകത്ത് എന്തെല്ലാം ചെയ്തു കൂട്ടിയോ, എന്തെല്ലാം വാരിക്കൂട്ടിയോ, എന്തെല്ലാം സ്വന്തമാക്കിയോ, ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ലല്ലോ. കൊണ്ടുപോകുന്നത് എന്താ? നമ്മുടെ ആത്മാവിൻ്റെ സ്വർഗീയ യാത്രയിൽ നമ്മൾക്ക് കൂടെ കൊണ്ടുപോകാനായിട്ട് ആകെ ഉള്ളത് എന്താണെന്ന് ഈ ഗാനം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. സൽപ്രവർത്തികൾ എന്ന് മാത്രമേ ഉള്ളൂ. സൽപ്രവർത്തികൾ മാത്രമേ ഉള്ളൂ. ദുഷ്പ്രവർത്തികളാണെങ്കിൽ താഴോട്ട്, സൽപ്രവർത്തികളാണെങ്കിൽ മുകളിലേക്ക്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മാക്സിമം സൽപ്രവർത്തികളിൽ സമ്പന്നരാകാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് തിരുവചനത്തിലൂടെയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഈ സൽപ്രവർത്തികൾ മാത്രം, നന്മ പ്രവർത്തികൾ മാത്രമേ നമ്മുടെ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കത്തുള്ളൂ. നമ്മുടെ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ മാത്രമേ ഉള്ളൂ. ബാക്കി എന്ത് നമ്മൾ ശേഖരിച്ചാലും സമ്പാദിച്ചാലും കൂടെ വെച്ചാലും കൂടെ നിർത്തിയാലും ഇതൊന്നും ആത്മരക്ഷയ്ക്ക് ഉപകരിക്കത്തില്ല. ചെയ്ത സൽപ്രവർത്തികൾ മാത്രമേ നമ്മുടെ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങേയറ്റം സൽപ്രവർത്തികളിൽ നിറവുള്ളവരാകാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളിൽ പല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 3-ാമത്തെ വചനം ഇതാണ്: നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കണം. നീ മറ്റൊരാളെ സഹായിച്ചാൽ അത് രഹസ്യമായിരിക്കണം. വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കരുത്, വിളിച്ചു പറയരുത്, പ്രഘോഷിക്കരുത്, പ്രസിദ്ധപ്പെടുത്തരുത്. കാരണം പിന്നീട് പറയുന്നുണ്ട്, നീ ചെയ്യുന്ന പ്രവൃത്തി അത് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയാത്ത രീതിയിലായിരിക്കണം ചെയ്യുന്നത്. മാക്സിമം രഹസ്യം എന്നുവെച്ചാൽ നീ നിൻ്റെ പിതാവും അറിഞ്ഞാൽ മതി നീ ചെയ്യുന്ന സൽപ്രവൃത്തി. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി 4-ാമത്തെ വചനം: രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. 5-ാം തിരുവചനം, 6-ാമത്തെ അധ്യായം 5-ാം തിരുവചനം: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതുകൊണ്ട് കപടനാട്യക്കാരെ പോലെ ആകരുത്. കപടനാട്യക്കാരെങ്ങനെയാണ് ചെയ്യുന്നത്? കാപട്യം, നാട്യം, ഇതാണ്. മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് ഒച്ചത്തിൽ പ്രാർത്ഥിക്കും, മറ്റുള്ളവർ കാണണം. ഇതാണ്. മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ആത്മനിർവൃതി കിട്ടുമെന്ന് പറഞ്ഞ പോലെ ഭൗതികമായ ഒരു സന്തോഷം ഒരുപക്ഷെ ലഭിക്കുമായിരിക്കും. അത് നൈമിഷികമാണ്. ഇത്രേ ഉള്ളൂ, കാണുമ്പോൾ ഉള്ളതേ ഉള്ളൂ.
പത്രത്തിൽ പേര് വരുമ്പോൾ ഉള്ളതേ ഉള്ളൂ, നോട്ടീസിൽ പേര് കാണുമ്പോൾ ഉള്ളതേ ഉള്ളൂ, പള്ളിയിൽ വിളിച്ചു പറയുമ്പോൾ ആ പേര് കേൾക്കുന്നതിലുള്ളൊരു നിർവൃതി, അത്രയേ ഉള്ളൂ. അടുത്ത നിമിഷം തീർന്നോ, പോയോ, ഇല്ലാതായോ? ഇതാണ് പ്രിയമുള്ളവരെ. വീണ്ടും ഒന്നാമത്തെ തിരുവചനം, ഇത് കാണിക്കാൻ വേണ്ടി ആകരുത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആകരുത്. രണ്ടാമത്തെ തിരുവചനം, ഭിക്ഷ കൊടുക്കുമ്പോൾ കാഹളം മുഴക്കരുത്. ഞാൻ കൊടുത്തു എന്നുള്ളത് 10 പേരെ അറിയിച്ചുകൊണ്ടാകരുത് കൊടുക്കുന്നത്. വീണ്ടും ആറാമത്തെ തിരുവചനം, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം ചെയ്യും, അല്ലെങ്കിലോ അപ്പം തന്നെ അതിന് പ്രതിഫലം ലഭിച്ചു കഴിയും. പിന്നെ സ്വർഗത്തിലൊരു പ്രതിഫലത്തിൻ്റെ ആവശ്യം നിനക്കില്ലാതെ വരും. അതാണ് ഏഴാമത്തെ തിരുവചനം. അതുകൊണ്ട് അതിഭാഷണം ചെയ്യരുത്, ഒച്ച വെക്കരുത്. പ്രിയമുള്ളവരെ, ഇതിൻ്റെ എല്ലാം സംഗ്രഹം ഇതാണ്: നീ ചെയ്യുന്ന സൽപ്രവൃത്തികൾ നീയും നിൻ്റെ പിതാവ് മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളതാണ്. പ്രിയമുള്ള, എത്രയോ മനോഹരമായിട്ടുള്ള തിരുവചനമാണ്, തിരുവചന ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനം. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യം, പക്ഷേ പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും പ്രസിദ്ധപ്പെടുത്തിയും വിളിച്ചു പറഞ്ഞും ഒച്ച വെച്ച് മറ്റുള്ളവരെ അറിയിച്ചും ചെയ്യാനായിട്ട് വെമ്പൽ കൂട്ടുന്നവരൊക്കെയാണ് പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ പലരും. എല്ലാവരും ആണെന്ന് പറയുന്നില്ല, കുറേ പേരും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ആ മനോഭാവത്തിൽ നിന്നൊരു മാറ്റം വരണമെന്ന് ഈശോ വചനത്തിലൂടെ ആഗ്രഹിക്കുന്നുണ്ട്. വിളിച്ചു പറഞ്ഞ് ചെയ്യുന്നതിനൊന്നും സ്വർഗം പ്രതിഫലം നൽകില്ല, സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാവില്ല. രഹസ്യത്തിൽ പിതാവും നീ മാത്രം അറിഞ്ഞ് ചെയ്യുന്ന സൽപ്രവർത്തികൾക്ക്, സൽകൃത്യങ്ങൾക്ക് സ്വർഗത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. വാഗ്ദാനമാണ്, കർത്താവിൻ്റെ വാഗ്ദാനമാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ഹൃദയത്തെയൊക്കെ പിടിച്ചുലയ്ക്കേണ്ട ഒരു തിരുവചനമാണ്, പിടിച്ചുലയ്ക്കേണ്ട തിരുവചനമാണ്. സൽപ്രവർത്തികൾ ചെയ്യുന്നത് നീ നിൻ്റെ പിതാവ് മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ട് ഞാൻ ഇത്ര കൊടുത്തു, ഞാൻ ഇത്ര ചെയ്തു, നീ എത്ര ചെയ്തു, ഇതൊന്നും ആരും അന്വേഷിക്കാനും പോകരുതാത്ത കാര്യമാണ്. ആരും അന്വേഷിക്കാനും പോകരുതാത്ത കാര്യമാണ്. പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെയാണ് നമുക്ക് ഒത്തിരി തെറ്റുകൾ നമുക്ക് പറ്റുന്നുണ്ട്. ഈ മേഖലയിലൊക്കെ പള്ളികളിൽ വിളിച്ചു പറയുക പേര്, ഇന്നയാൾ ഇത്ര കൊടുത്തു, ഇന്ന ആൾ കൊടുത്തു. അപ്പോഴത്തേക്ക് മനുഷ്യർ വിചാരിക്കുന്നത്, ഒന്നും കൊടുക്കാനില്ലാത്തവൻ എന്താ വിചാരിക്കുക, ദൈവമേ അവരൊക്കെ ഒത്തിരി കൊടുത്തു, എനിക്കൊന്നും കൊടുക്കാനില്ലല്ലോ. അവരുടെ നിസ്സഹായത നിലവിളിയാണ് അവിടെ ഉയരുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഞാൻ ചെയ്യുന്ന സൽപ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളൊരാൾ നിലവിളിക്കരുത്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ ചെയ്യുന്ന സൽപ്രവൃത്തികളുടെ പ്രസിദ്ധി കൊണ്ട് മറ്റുള്ള ഒരാൾ നിലവിളിക്കാനായിട്ട് ഇടയാകരുത്. തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കുക, ഈ വചനം ശ്രവിക്കുന്നത് നമ്മൾ ഓർമ്മിക്കുക, ഞാൻ എന്തെങ്കിലും സൽപ്രവൃത്തികൾ, നന്മ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ, അത് ഞാനും എൻ്റെ പിതാവായ ദൈവവും അറിഞ്ഞാൽ മതി. ഞാൻ എൻ്റെ കുടുംബവും എൻ്റെ പിതാവും അറിഞ്ഞാൽ മതി, പിതാവായ ദൈവവും തമ്പുരാനും അറിഞ്ഞാൽ മതി. മറ്റാരെ അറിയിക്കാതെ ചെയ്യുന്ന സേവനത്തിനൊക്കെ ദൈവം അതുപോലെ പ്രതിഫലം നൽകും. അത് എവിടെയാണ് പ്രതിഫലം ലഭിക്കുക? നമ്മുടെ ആത്മാവിൻ്റെ യാത്രയിലാണ്, ഈ ലോകത്തിലല്ല. ഇതിനൊന്നും പ്രതിഫലം ഈ ലോകത്തിലല്ല എന്നും കൃത്യം കർത്താവ് ഉത്തരം നൽകുന്നുണ്ട് വചനത്തിലൂടെ. അതല്ല എപ്പോഴാണ്? കൂടെപ്പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത്തോടെ. നിന്റെ ആത്മാവിൻ്റെ സ്വർഗീയ യാത്രയ്ക്കുള്ള എസ്കോർട്ട് നീ ചെയ്ത സൽപ്രവർത്തികളാണ്, നീ ചെയ്ത സോഷ്യൽ വർക്ക്, സാമൂഹ്യ പ്രവർത്തനങ്ങളാണ്, നീ നിശബ്ദമായി ചെയ്ത സഹായങ്ങളാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ വചനം നമുക്ക്, ഈ ഒരു ചിന്ത, ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് കൂടുതൽ ശക്തി നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം ശ്രവിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം തന്നെ നമുക്ക് കൂടുതൽ ശക്തി, നമ്മുടെ ആത്മാക്കൾക്കൊക്കെ കൂടുതൽ സ്വർഗീയ യാത്രയ്ക്കുള്ള ശക്തി ഇതിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെയും, തിരുവചനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് വചനത്തിൽ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായം 2-ാം തിരുവചനം, ആസ എന്നൊരു രാജാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആസ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നീതിയും നന്മയും മാത്രം പ്രവർത്തിച്ചു എന്ന് വചനം പങ്കുവയ്ക്കുന്നുണ്ട്. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകത്തിൽ 31:20 പങ്കുവയ്ക്കും, ഹെസക്യ കർത്താവിൻ്റെ മുമ്പാകെ നീതിയും നന്മയും പ്രവർത്തിച്ച് അവിടുത്തോട് അങ്ങേയറ്റം വിശ്വസ്തത പുലർത്തിയ ഒരു മനുഷ്യനായിരുന്നു എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വീണ്ടും തോബിതിൻ്റെ പുസ്തകം 12:7 പങ്കുവയ്ക്കുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്ത് ഇസ്രായേലിന് വലിയ നന്മ ചെയ്തിരിക്കുന്നു, ദൈവം അതിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പുത്രനെക്കുറിച്ച് പിതാവ് പങ്കുവയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. സങ്കീർത്തനം 34:14 പങ്കുവയ്ക്കുന്നു, തിന്മയിൽ നകന്ന് നന്മ ചെയ്യുവിൻ. നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്, തിന്മയിൽ നകന്ന് നന്മ ചെയ്യുവിന്ന് ഉദ്ബോധിപ്പിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 27-ാം തിരുവചനം പങ്കുവയ്ക്കുന്നു, നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് ഒരിക്കലും നിഷേധിക്കരുത്. നന്മ ആർക്കും നിഷേധിക്കരുത്. ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ നന്മ ചെയ്ത് ജീവിക്കണം.
അതിനാണ് നിൻ്റെ ജീവിതം എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 21:3 പങ്കുവയ്ക്കുന്നുണ്ട്. നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് ബലിയേക്കാൾ ശ്രേഷ്ഠം, പ്രീതികരമെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 31-ാം തിരുവചനം, നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. അച്ഛൻ മുമ്പ് പങ്കുവച്ചല്ലോ, കൂടെ പോരുന്ന ജീവിത ചെയ്തികളും അതുകൊണ്ട് സൽകൃത്യങ്ങൾ ചെയ്യുക, നീ അലസത കൂടാതെ. ഇതാണ് വചനം കൃത്യം പറയുന്നുണ്ട്. നന്മ പ്രവർത്തിക്കാനായിട്ട്, അതുകൊണ്ട് നന്മ പ്രവർത്തിക്കുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഭാവി ഉറപ്പിക്കുകയാണ് എന്നുള്ളതാണ്. മർക്കോസിന്റെ സുവിശേഷം 14:7 പങ്കുവയ്ക്കുന്നു, ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, എപ്പോൾ വേണമെങ്കിലും അവർക്ക് നിങ്ങൾക്ക് നന്മ ചെയ്യാനായിട്ട് സാധിക്കുമെന്നും ഈശോ ഒരു ഉദ്ബോധനം നൽകുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനം 3-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 11-ാമത്തെ വചനത്തിൽ പ്രകാരം പങ്കുവയ്ക്കുന്നു, നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. നന്മ പ്രവർത്തിച്ച് ജീവിക്കുന്നവൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. കാരണം ദൈവപുത്രൻ തന്നെ ഭൂമിയിലേക്ക് വന്ന് ചെയ്തതെല്ലാം നന്മ പ്രവർത്തികളായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമായിരുന്നല്ലോ ദൈവപുത്രൻ. അതുപോലെ തന്നെ നന്മ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് വചനം പങ്കുവയ്ക്കും. ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 27-ാം തിരുവചനം പങ്കുവയ്ക്കും, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുവിൻ. വീണ്ടും 6:35 ലൂക്കായുടെ സുവിശേഷത്തിൽ പങ്കുവയ്ക്കുകയാണ്, എന്താ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ വേണം നന്മ ചെയ്യാനായിട്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നന്മ ചെയ്യുന്നതിൽ അങ്ങേയറ്റം അഭിവൃദ്ധി പ്രാപിക്കാൻ, വളരാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. ഇതെല്ലാം നമ്മുടെ സ്വർഗീയ യാത്രയ്ക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യം വിസ്മരിക്കരുത്, മറക്കരുത് എന്ന് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ, സ്വർഗീയ ജീവിതത്തിൻ്റെ അച്ചാരമാണ് നമ്മുടെ സൽപ്രവർത്തികൾ, നമ്മൾ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് നന്മ ചെയ്യാനായിട്ട് അങ്ങേയറ്റം ശ്രമിക്കാം. നന്മ പ്രവർത്തികളിലൂടെ കർത്താവിൻ്റെ സ്വന്തമാകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.